അഭിവന്യരായ പിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, സ്ലീബാ പെരുന്നാളിന് ശേഷം നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ആഗമനം സെമിനാരി ദിനം കൂടിയായി ആഘോഷിക്കുന്നു. സഭയ്ക്ക് 2 സെമിനാരികളുണ്ട്. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി, നാഗപ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി. ഈ 2 സെമിനാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവമായ കൈത്താങ്ങലുകൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗമാണ്. യേശു തമ്പുരാൻ നടന്നു പോകുന്ന അവസരത്തിൽ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുകയാണ്, ഗുരു, ഞങ്ങളുടെ വസ്തുവൊക്കെ ഒന്ന് ഭാഗം ചെയ്യുവാൻ നീ മധ്യസ്ഥം വഹിക്കണമെന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ശണ്ഠയും കലഹവും ഒക്കെ ഉണ്ടാകുന്നത് വസ്തു വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ ഭവനങ്ങൾ, എത്രയോ വ്യക്തിബന്ധങ്ങളാണ് ശിഥിലമായിട്ടുള്ളത്. അക്കാലത്ത് ഇങ്ങനെയുള്ള തർക്കമുണ്ടാകുമ്പോൾ വലിയ റബ്ബിമാരുടെ അടുക്കൽ വന്ന് മധ്യസ്ഥത നേടി അവർ തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ ചെയ്യണമെന്നൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് യേശുവിൻ്റെ അടുക്കൽ ഒരുവൻ വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ വസ്തു ഭാഗം ചെയ്യുന്നതിന് നീ കാര്യദർശിത്വം വഹിക്കണമെന്ന് പറയുന്നത്. യേശു തമ്പുരാൻ അത് ഗൗനിച്ചില്ല, വേണ്ട രീതിയിൽ അതിന് ഉത്തരം പറഞ്ഞില്ല. അതിന് പകരം ഒരു ഉപമ പറയുകയുണ്ടായി. വളരെ മനോഹരമായ ഉപമയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. വലിയ ധനവാനായ ഒരു മനുഷ്യന്റെ ഉപമയാണ്. ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് വിളകളുണ്ടായി, ഒരുപാട് ലാഭമുണ്ടാകുമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം സ്വപ്നം കണ്ടു. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ. അദ്ദേഹം സ്വപ്നം കണ്ടു, ഈ വിളകളെല്ലാം ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഈ വിളവ് എവിടെ കൂട്ടിവെക്കണം. അദ്ദേഹം തീരുമാനിച്ചു, ഈ കളപ്പുരയെല്ലാം പൊളിച്ചു വലുതാക്കാം, അവിടെ വിളവ് സൂക്ഷിക്കും, അനേക വർഷത്തേക്ക് അതിൽ സംഭരിക്കാം എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. യേശു തമ്പുരാൻ അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ബുദ്ധിഹീന, ഈ രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കായിരിക്കും? ഈ വേദഭാഗം വായിക്കുമ്പോൾ ചെറിയ ഞെട്ടലും ചെറിയ ഭയവുമൊക്കെ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഈ വേദപഠനങ്ങളിൽ പറയുന്നത്, ഈ ധനവാനായ ധനികനായ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ധനികനായ ബുദ്ധിഹീനൻ എന്നാണ് പറയുന്നത്. വേറെ ചില ഭാഷാന്തരങ്ങളിൽ അവതരിപ്പിക്കുന്നത് ദൈവബോധ്യമില്ലാത്ത ഭോഷൻ എന്നാണ് അവതരിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് ഹംഭാവിയായ ധനികൻ എന്ന് അവതരിപ്പിക്കുന്നു. തകർന്ന തരിപ്പണമായ ധനികൻ, സ്വപ്നങ്ങൾ ശിഥിലമാകുന്ന ധനികൻ. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അധ്വാനം, കഠിനാധ്വാനം, പ്രയത്നം, 24 മണിക്കൂറിന് കുറെ കൂടി സമയമുണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ച് ഓവർ ടൈമും അതിനുമേൽ ഓവർ ടൈമും നമ്മൾ ചെയ്യുമ്പോൾ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: സകല
ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ഉപമയുടെ സമാപനത്തിൽ കർത്താവ് പറയുന്നു, ദൈവിക കാര്യങ്ങളിൽ സമ്പന്നനാകുവീൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുവീൻ, ദൈവിക കാര്യങ്ങളിൽ സമ്പന്നനാകുവീൻ. ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന, ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ധനിവാനായ മനുഷ്യന്റെ 4 പ്രത്യേകതകൾ അക്കമിട്ട വാക്കിൽ ഞാൻ പറയുകയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ ധനികനായ പോഷൻ എന്ന കർത്താവ് ആന്തരികമായി അർത്ഥമാക്കുന്നത്? ദരിദ്രരോട് താതാത്മ്യപ്പെടുവാനോ അവരോട് സഹായാനുഭൂതി ഉൾക്കൊള്ളുവാനോ ഈ ധനികന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബുദ്ധിഹീനനായ ധനികൻ എന്ന് പറയുന്നത്. ഒരുപാട് സ്വപ്നം കണ്ട് വിളവുകൾ കൂട്ടിവെക്കുന്നതിനെ കുറിച്ചും അടുത്ത വർഷം ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല, അനേക വർഷങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഈ മനുഷ്യൻ സ്വപ്നം കണ്ടത്. ദരിദ്രരോട് താതാത്മ്യപ്പെടുക, കരയുന്നവരോടുകൂടി കരയുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അല്ല എങ്കിൽ ബുദ്ധിഹീനനായ ധനികന്റെ സമീപനമായിരിക്കും. രണ്ടാമത് ഈ ധനികനെ കുറിച്ച് പറയുന്നത്, ജീവിതം സുരക്ഷിതത്വമാക്കുവാൻ ഈ സമ്പത്തെല്ലാം കൂട്ടിവെച്ച മനുഷ്യൻ. നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് ജീവിതം സുരക്ഷിതമാകണം, സന്തോഷകരമാവണം, ആനന്ദകരമാവണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണെങ്കിലും പലപ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം. ഈ മനുഷ്യൻ പങ്കിടുവാൻ മനസ്സില്ല, അതുകൊണ്ടെല്ലാം സ്വരൂക്കൂട്ടി വെച്ചു, അതുകൊണ്ട് അതെല്ലാം സ്വന്തമെന്ന് നിരൂപിച്ചു. അതുകൊണ്ടാണ് ഈ സമ്പത്തുകൾ മുഴുവനും കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു മനസ്ഥിതി ഈ ധനികനുണ്ടായത്. ജീവിതം സുരക്ഷിതമാക്കുവാൻ, എൻ്റെ മാത്രം ജീവിതം സുരക്ഷിതമാക്കുവാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അനേകരുടെ സുരക്ഷിതത്വമാണ് നഷ്ടപ്പെടുന്നത്. ഭർത്താവിന്റെ സുരക്ഷിതത്വം, ഭാര്യയുടെ സുരക്ഷിതത്വം തകർന്നു, കുടുംബത്തിന്റെ സുരക്ഷിതത്വം പോകും. ഈ പരസ്പര സുരക്ഷിതത്വമാണ് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. മൂന്നാമത് ഈ ധനികനായ മനുഷ്യന്റെ പ്രത്യേകത, ജീവിതം ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തിൽ ഈ സമ്പത്തെല്ലാം സ്വരൂപിച്ച മനുഷ്യനാണ്. ജീവിതം ആസ്വദിക്കണം, ജീവിതം ആഹ്ലാദഭരിതമാക്കണം. ഇപ്പോഴത്തെ മുദ്രാവാക്യം തന്നെ അങ്ങനെയാണ്, എൻജോയ് ലൈഫ്, ജീവിതം ആസ്വദിക്കുക. അതുകൊണ്ടാണ് കർത്താവ് വേദഭാഗത്ത് പറയുന്നത്, ഈ മനുഷ്യനോട് പറയുകയാണ്, നീ ആശ്വസിക്കുക, ഭക്ഷിക്കുക, കുടിക്കുക, ആനന്ദിക്കുക. ഇതൊക്കെ നിന്റേതായ ചില സ്വപ്നങ്ങളാണ്, ലോകത്തിന്റെ സ്വപ്നങ്ങളാണ്. പക്ഷെ കർത്താവ് എൻ്റെ ആത്മാവിനെ തിരിച്ചു ചോദിച്ചാൽ എനിക്കെങ്ങനെ ആശ്വസിക്കുവാൻ കഴിയും? എനിക്കെങ്ങനെ ആഹ്ലാദിക്കുവാൻ കഴിയും? ആനന്ദിക്കുവാൻ കഴിയും? തിന്ന് കുടിച്ച് ഏറ്റവും ഉന്മത്തമാകുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുക എന്ന സ്വപ്നത്തെയാണ് കർത്താവ് തിരുത്തുന്നത്. ഒരു ഉത്തമ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ആത്മപരിത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, വെറുമയാക്കലിന്റെ വലിയ അനുഭവമാണ്. നാലാമത് ഈ ധനികനായ മനുഷ്യനെ കുറിച്ച് കർത്താവ് ഉന്നം വെക്കുന്നത്, മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്ത ധനികൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെ മരണത്തെ ഓർക്കണം, ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച് ഓർക്കണം. നമ്മൾ കരുതി വെക്കുന്നത്, നമ്മൾ കൂട്ടിവെക്കുന്നത്, ആർക്കും കൊടുക്കാതെ സ്വരൂപിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ പറയും, ഞാൻ അധ്വാനിച്ചത്, ഞാൻ നേടിയെടുത്തത്, ഞാൻ സംഭരിച്ചത്. ഇതൊക്കെ നമ്മൾ സംഭാഷണത്തിൽ കൂട്ടിച്ചേർക്കുമെങ്കിലും ഇതൊക്കെ ദൈവത്തിന്റെ വകയാണ്, പങ്കിടാനുള്ളതാണ്, പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ളതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതാണ്.
അതുകൊണ്ടാണ് ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി പറഞ്ഞത്, പങ്കിടുവാൻ കഴിയണം. ദരിദ്ര ലോകത്ത് സമ്പന്നനായിരിക്കുന്നത് പാപമാണ്. അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. അതിന്റെ അർത്ഥം വലിയ സമ്പന്നനായിരിക്കുന്നത് പാപമെന്നല്ല. നമുക്ക് ദൈവം തന്ന സമ്പത്തും ദൈവം തന്ന ദാനവും ദൈവം തന്ന മഹത്വവും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുവാനും ദരിദ്രരെ കരുതുവാനും പാവപ്പെട്ടവരുടെ കണ്ണുനീര് ഒപ്പുവാനും കഴിയുമ്പോഴാണ് ദൈവിക വിഷയങ്ങളിൽ നമുക്ക് സമ്പന്നനായി തീരുവാൻ കഴിയുന്നത്. ഞാൻ ഉപമ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് കൃത്യമായി പഠിപ്പിക്കുന്നു, സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിയുക. കുട്ടിവെക്കുക എന്നുള്ള വലിയ ആ മൂല്യം നമ്മൾ നിലനിർത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവിക കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു, പിന്നിലായി പോകുന്നു എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഈ ഉപമയ്ക്ക് ദൈവബോധ്യമില്ലാത്ത ഭോഷനായ ധനികനെ കുറിച്ച് പറയുന്നത്, അഹംഭാവിയായ ധനികനെ കുറിച്ച് പറയുന്നത്, ജീവിതം ശിഥിലമാക്കിയ ധനികനെ കുറിച്ച് പറയുന്നത്, ധനികനായ ബുദ്ധിഹീനനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ ജ്ഞാനത്തോടും അറിവോടും ദൈവഭക്തിയോടും മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം എന്ന് സ്നേഹത്തോടെ വേദഭാഗത്തിൽ നിന്നും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, വൈദിക സെമിനാരി ദിനമായി ആഘോഷിക്കുകയാണ്. ഗ്രിഗോറിയൻ ടെലിവിഷൻ വഴി ആഗോളതലത്തിൽ ഈ പ്രഭാഷണം നമ്മുടെ വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ മുഴുവനും ഈ ഞായറാഴ്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ ദിനമനസിന്റെ കൽപ്പന പ്രകാരം സെമിനാരി ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉത്തരവാദിത്വം മിടുമിടുക്കരായ നല്ല മക്കളെ ദൈവവേലയ്ക്ക് വേണ്ടി അയക്കുക. ഒരു മകനെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സഭ വളരുന്നത്, സഭയുടെ പ്രസ്ഥാനങ്ങൾ വളരുന്നത്. വളരെ പ്രതിബദ്ധതയോടുകൂടിയ അനേക വൈദികരും പിതാക്കന്മാരും കന്യാസ്ത്രീകളും ഈ സഭയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. കോട്ടയം ഓർത്തഡോക്സ് സെമിനാരി 1813 കല്ലിട്ട് 1815 അവിടെ പഠനം ആരംഭിക്കുകയുണ്ടായി. ഏതാണ്ട് 2209 വർഷം ആയി ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നു. ഇതിനെ നട്ടു വളർത്തിയ എല്ലാ അഭിമന്യരായ ഗുരുക്കന്മാരെയും പിതാക്കന്മാരെയും വളരെ ആദരപൂർവം സ്മരിക്കുകയാണ്. നാഗപ്പൂർ സെമിനാരിയും അവിടെ വളർന്ന് വളരെ വിപുലമായി തീർന്നു. അവിടെ BD ബിരുദം വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. അവിടെ പെൺകുട്ടികൾക്കും വേദശാസ്ത്ര വിദ്യാഭ്യാസം നടത്തുവാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ 2 സെമിനാരികളും ഉന്നതമായ നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെമിനാരിയെക്കുറിച്ച് ധാരാളം അറിവ് നമുക്കുണ്ട്. അനേക വിദ്യാർത്ഥികൾ അവിടെ പഠിച്ച് വൈദികരായി, മെത്രാപ്പൊലിത്തന്മാരായി, സഭയുടെ അധ്യക്ഷന്മാരായി ഈ സഭയിൽ നേതൃത്വം നൽകുന്നുണ്ട്. ഈ സെമിനാരിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പലപ്പോഴും കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് പൗലൂസ് ദ്വിതീയൻ ബാവ തിരുമേനി എപ്പോഴും ആവർത്തിക്കുന്നൊരു വാക്കുണ്ട്, സെമിനാരി സഭയുടെ ഹൃദയമാണ്. സെമിനാരി സഭയുടെ ഹൃദയമാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി ഓർപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സെമിനാരി സഭയുടെ സ്ഥിരാകേന്ദ്രമാണ്. അത്തരത്തിൽ ഈ സെമിനാരിയുടെ മഹത്വം, ഈ സെമിനാരിയുടെ അഭിവൃദ്ധി, ഈ സെമിനാരിയുടെ ഔന്നത്യം നമ്മുടെ ഔന്നത്യവും നമ്മുടെ മഹത്വവുമാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സെമിനാരിക്ക് വേണ്ടി കൈത്താങ്ങലുകൾ നൽകുകയും ചെയ്യണം. ഇന്നെല്ലാ പള്ളികളിലും സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും
ഒരു കവറ് ലഭിക്കും. സെമിനാരി ദിനത്തിനുള്ള കവറാണ്. നിങ്ങളുടെ ഹൃദയം തുറന്ന് ഏറ്റവും നല്ലൊരു സംഭാവന സെമിനാരിക്ക് നൽകണം. നിങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക ഇന്നത്തത് സെമിനാരിക്കാണ്. പരിശുദ്ധ ബാബാ തിരുമനസിന്റെ കൽപ്പനയിൽ പറയുന്നുണ്ട്, ഈ കവർ പിരിവും ഈ കാണിക്കയും പ്രത്യേകമായ സംഭാവനകളും ചേർത്ത് സെമിനാരിക്ക് നൽകണം എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ അതിൽ ഒരു തീരുമാനമെടുത്ത് ഈ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾക്ക്, 2 സെമിനാരികളുടെയും പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഹൃദയപൂർവ്വം കൈത്താങ്ങലുകൾ നൽകണമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വൈദിക സെമിനാരിയിൽ സുഹൃത്തുക്കളായി നിങ്ങൾക്ക് ചേരുവാൻ കഴിയും. 1000 രൂപയെങ്കിലും സംഭാവനകൾ നൽകി എല്ലാ വർഷവും സെമിനാരിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരിൽ എൻഡോമെന്റുകൾ നൽകി 2 സെമിനാരികളെയും നിങ്ങൾക്ക് സഹായിക്കുവാൻ കഴിയും. പ്രത്യേകമായി കുട്ടികളുടെ ഫീസ് നിങ്ങൾ സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് ഈ സംരംഭത്തിൽ പങ്കുകാരാവാം. വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ 2 സെമിനാരികളും നടത്തുന്നുണ്ട്. ആ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പങ്കുകാരാവാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 105 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എഴുതി അയച്ച കൽപ്പനയിലെ ഒരു വാചകം ഞാൻ വായിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാം. അദ്ദേഹം വൈദിക സെമിനാരിക്ക് വേണ്ടി സ്വന്തം കൈപ്പടയിൽ ഓരോരുത്തർക്കും എഴുതി. നിങ്ങൾക്കറിയാം, പരിമല സെമിനാരിയിൽ അദ്ദേഹം 30 വർഷം മാനേജരായിരുന്നു. 1878 മുതൽ 1908 വരെ. തുടർന്ന് അദ്ദേഹം മെത്രാപ്പൊലിത്തായി പഴയ സെമിനാരിയിൽ അദ്ദേഹം എത്തി. 1908 മുതൽ 1934 വരെ. പരിമല സെമിനാരിയും പഴയ സെമിനാരിയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് വളരെ ഹൃദ്യമായിരുന്നു. പഴയ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് എഴുതുകയാണ്. ചില വ്യക്തികൾക്ക് അദ്ദേഹം എഴുതുകയാണ്, താങ്കളുടെ ശക്തിക്കും ഭക്തിക്കും ചേരുന്ന വിധത്തിലുള്ള ഒരു സംഖ്യ ഈ കൽപ്പനയും കൊണ്ട് വരുന്ന ആൾവശം കൊടുത്തുവിടണം. ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? 1919 ഇപ്പോൾ നമ്മൾ കാണുന്ന സെമിനാരി, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പരിമല സെമിനാരി, ഇപ്പോൾ നമ്മൾ കാണുന്ന സഭയുടെ പ്രസ്ഥാനങ്ങൾ വട്ടശ്ശേരി തിരുമേനിയെ പോലെയുള്ള, പരിമല തിരുമേനിയെ പോലെയുള്ള പിതാക്കന്മാർ കഠിനാധ്വാനം ചെയ്ത് ദീർഘദർശനം ചെയ്ത് രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് 1919 അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കത്തുകൾ എഴുതി ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. അന്ന് പ്രമുഖരായ ആളുകളെ കൊടുത്തുവിട്ടിട്ട് പണം സ്വരൂപിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, താങ്കളുടെ ശക്തിക്കും താങ്കളുടെ ഭക്തിക്കും ചേരും വിധം ഒരു സംഖ്യ ഈ കൽപ്പനയുമായി വരുന്ന ആളിന്റെ കയ്യിൽ കൊടുക്കണം. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ആ എഴുത്തിന്റെ വാചകം ഞാൻ ഏറ്റുപറയുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ശക്തിക്കും നിങ്ങളുടെ ഭക്തിക്കും അനുസൃതമായി ഒരു തുക നിങ്ങൾ നൽകണം. ആ കത്തിൽ പറയുന്ന വാചകങ്ങൾ കേൾക്കണം. പേര് വെളിപ്പെടുത്താത്ത ഒരാൾ, ഒരു സഹൃദയൻ 500 രൂപ ഈയിടെ നമ്മളെ ഏൽപ്പിച്ചു. അത് നാം വൈദിക വിദ്യാഭ്യാസത്തിനായിട്ട് നൽകുകയാണ്. 200, 150, 125 ഇങ്ങനെ ചില സംഖ്യകൾ വേറെയും ചില ആളുകൾ തന്നിരുന്നു. വട്ടശ്ശേരി തിരുമേനി ഈ കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? 100 രൂപ മുതൽ എത്രയും ചുരുങ്ങിയ സംഖ്യയോ 1 രൂപ വരെ അവരവരുടെ ശക്തിക്കും ഭക്തിക്കും തക്കവണ്ണമുള്ള ഓരോ സംഖ്യ സംഭാവന തരണമെന്ന് ആവശ്യപ്പെടുന്നു. 105 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധനായ, പരിശുദ്ധനായ, ദാർശനികനായ, ക്രാന്തദർശിയായ വട്ടശ്ശേരി തിരുമേനി സമയമെടുത്ത് സ്വന്തം കൈകൾ കൊണ്ട് കൽപ്പന എഴുതി നമ്മുടെ പൂർവികർക്ക് എത്തിച്ചു കൊടുത്ത് അവർ നൽകിയ ഉദാരമായ സംഭാവനകൾ കൊണ്ടാണ് നമ്മുടെ സെമിനാരി നിലനിന്ന് വന്നത്.
ആ സെമിനാരിയിൽ നിന്നും പഠിച്ച് ഇറങ്ങിയവരാണ് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മൽപ്പാന്മാർ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ വൈദികർ. ഈ ദിനം സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പഠിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്ക് വേണ്ടി, എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭയിലെ എല്ലാ വൈദികർക്കും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണം. സെമിനാരി സഭയുടെ ഹൃദയമാണ്. സെമിനാരി സഭയുടെ സ്ഥിരാകേന്ദ്രമാണ്. അതുകൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഓർപ്പിച്ചതുപോലെ നമ്മുടെ ശക്തിക്കും നമ്മുടെ ഭക്തിക്കും യുക്തമായ നിലയിൽ സെമിനാരിയെ സ്നേഹപൂർവം കൈത്താങ്ങി, സ്നേഹപൂർവം പിന്തുണച്ച്, വേദഭാഗത്ത് നമ്മൾ വായിച്ചതുപോലെ ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടി നമുക്ക് മുന്നേറാം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.